നമസ്കാരം. കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് പത്രക്കാരെ കണ്ട ന്യായാധിപന്മാരോ ഇപ്പോൾ കുറ്റവാളികൾ? സുപ്രീം കോടതിയിലെ പ്രതിസന്ധി ഒരു വാരം പൂർത്തിയാക്കുമ്പോൾ ജസ്റ്റിസ് ചെലമേശ്വർ അവധിയിൽ. ചർച്ച നടത്തണമെന്ന ആവശ്യം ഗൗരവമായി കാണാതെ ചീഫ് ജസ്റ്റിസ്. സംശയം നീങ്ങാതെ പുകമറയിൽ സുപ്രീം കോടതി. പ്രശ്നങ്ങൾ ഗൗരവമായി എടുക്കാതെ കേന്ദ്ര സർക്കാരും. ബെഞ്ചുറപ്പില്ലാതെ സുപ്രീം കോടതി ഇനി എത്ര നാൾ കൂടി മുന്നോട്ട് പോകണം? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ. ജസ്റ്റിസ് ചെലമേശ്വറും കൂട്ടരും നീതിപീഠത്തെ കാത്തവരോ യശസ്സുടച്ചവരോ? ദീപക് മിശ്രയുടെ നിലപാട് സ്വാഗതാർഹമായതുകൊണ്ടാണോ കേന്ദ്ര സർക്കാർ ഇടപെടാത്തത്? പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്തിന് ദീപക് മിശ്രയെ കാണാൻ പോയി എന്നതിന് ഇനിയെങ്കിലും ഉത്തരമുണ്ടോ? രഞ്ജൻ ഗൊഗോയ് ചീഫ് ജസ്റ്റിസ് ആയാൽ എന്താകും എന്ന ഭീതിയോ ജഡ്ജിമാർക്കെതിരെ നടപടിയില്ലാത്തതിന് പിന്നിൽ? സുപ്രീം കോടതി മാറി തുടങ്ങിയോ? ഭരണഘടനാ ബെഞ്ചിന്റെ രൂപീകരണത്തിൽ ചീഫ് ജസ്റ്റിസിന്റേത് കേന്ദ്ര സർക്കാരിനെ സഹായിക്കുന്ന നിലപാടോ? സുപ്രീം കോടതിയിലെ പ്രതിസന്ധി ഇനി എന്ന് തീരും? ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ ചേരുന്നത് BJP വക്താവ് അഡ്വക്കേറ്റ് JR പത്മകുമാർ, CPM നേതാവ് ഡോക്ടർ A സമ്പത്ത്, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഒപ്പം സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് MR അഭിലാഷ് എന്നിവർ. അഡ്വക്കേറ്റ് JR പത്മകുമാർ, രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൽ പ്രതിസന്ധി തുടങ്ങിയിട്ട് ഇന്നേക്ക് 7 ദിവസം തികയുകയാണ്. ഇപ്പോൾ എന്താണ് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ കരുതുന്നത്? രാജ്യത്തെ സർക്കാരിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് ഇപ്പോഴെങ്കിലും കരുതുന്നുണ്ടോ? നമുക്കറിയാമല്ലോ, നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ട് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറുമാണ്. എല്ലാത്തിനും അതിൻ്റേതായ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ മൂന്നെണ്ണത്തിൽ കുറച്ചുകൂടി അധികാരങ്ങളും സ്വതന്ത്രമായിട്ടുള്ളൊരു സ്വഭാവവുമുള്ളതാണ് ജുഡീഷ്യറി. അപ്പോൾ ആ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം അതിൽ ബാഹ്യമായ ഇടപെടൽ, സർക്കാരിൻ്റെ ഇടപെടലൊക്കെ പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് സർക്കാരിന് ഇതിൽ പെട്ടെന്ന് ഇടപെട്ട് ഇത് പരിഹാരം കാണാനുള്ളൊരു ശ്രമം നടത്താൻ കഴിയില്ല. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ജുഡീഷ്യറിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അവരുടെ സ്വയം സൃഷ്ടിയാണ്. അവർ തന്നെയാണ് അത് പരിഹരിക്കപ്പെടേണ്ടത്. അത് ബാഹ്യ ഇടപെടലോ മറ്റോ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റിന് കഴിയുമെന്നല്ലാതെ ആ കാര്യങ്ങൾ ചെയ്യേണ്ടതും പരിഹരിക്കേണ്ടതും അവർ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് പാർലമെൻറ്റിൽ ഇന്നലെ ഒരു ചർച്ചയിൽ ഒരാൾ ചോദിക്കും, പാർലമെൻറ്റ് വിളിച്ചു കൂടി, ഒരു MP തന്നെ ചോദിച്ചു, പാർലമെൻറ്റ് വിളിച്ചു കൂട്ടിക്കൂടെ, അങ്ങനെയല്ല ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ പരിമിതിയുണ്ട്. കാരണം അവർക്ക് ജഡ്ജിമാരെ റിമൂവ് ചെയ്യുന്നതിന് മോഷൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പാർലമെൻറ്റിൽ പോലും ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പരിമിതികളുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ പ്രശ്നം. അതായത് രാജ്യം വളരെ പ്രധാനപ്പെട്ട കേസുകൾ, ഭരണഘടനാ ബെഞ്ച് പോലും കേൾക്കേണ്ട കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഘട്ടമാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട ജനാധിപത്യത്തിന്റെ തൂണുകൾ, അതിന്റെ സ്വാതന്ത്ര്യത്തിന് വലിയ അപകടം പറ്റിയെന്ന് വിമർശനം ഉയരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അങ്ങനെയുള്ളപ്പോൾ 7 ദിവസമായി സുപ്രീം കോടതിയുടെ ബെഞ്ചുകൾക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് പരിഹരിക്കേണ്ടതുണ്ട്, അതിനെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്ന് സർക്കാർ കരുതാത്തതോ പോകട്ടെ, രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJPക്ക് ഒരു അഭിപ്രായമില്ലേ? ഞങ്ങൾ പറഞ്ഞല്ലോ, പാർട്ടിയും പറഞ്ഞു, ഗവൺമെൻറ്റും പറഞ്ഞു, ഇത് അവർ തന്നെയാണ് പരിഹരിക്കപ്പെടേണ്ടത്. ജുഡീഷ്യറിയെ അതിൻ്റെ മഹത്വം, സത്യസന്ധത, സുതാര്യത ഒക്കെ സൂക്ഷിക്കേണ്ട ചുമതല എല്ലാവരെക്കാൾ കൂടുതൽ ജുഡീഷ്യറിക്ക് തന്നെയാണുള്ളത്. ആ ജുഡീഷ്യറി അത് സൂക്ഷിക്കണം എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അവരാണ് പരിഹരിക്കേണ്ടത്. ഇപ്പോൾ ഉണ്ട പ്രതിസന്ധി അവർ സൃഷ്ടിച്ചതാണ്. ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉണ്ടായൊരു പ്രതിസന്ധിയൊന്നുമല്ല. ഈ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ആണല്ലോ ഒരു ഹൈക്കോടതി ജഡ്ജിയെ 6 മാസം ശിക്ഷിച്ച്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? അദ്ദേഹം പറഞ്ഞത് ജുഡീഷ്യറിയിൽ അഴിമതിയുണ്ട്, സ്വജനപക്ഷപാതമുണ്ട്. അതിനെതിരായിട്ട് പറഞ്ഞ സമയത്ത് അന്നും ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നവുമായി വന്നിട്ടുള്ള 4 ജഡ്ജിമാരും റിട്ടയർ ചെയ്ത 3 ജഡ്ജിമാരും കൂടി ഒരുമിച്ചിരുന്നാണ് ഒരു തീരുമാനമെടുത്തത്. ആ തീരുമാനം നിങ്ങളൊന്ന് ആലോചിക്കണം. ഇന്ന് ജനങ്ങളുടെ മുന്നിൽ വന്ന് ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഈ ജഡ്ജിമാർ അന്ന് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഓർക്കേണ്ടതാണ്. കാര്യം കർണനെതിരായിട്ടുള്ള വിധി പത്രത്തിൽ ജസ്റ്റിസ് കർണനെതിരായിട്ടുള്ള പുറപ്പെടുവിച്ച വിധി നിങ്ങൾ പ്രസിദ്ധീകരിക്കണം. കർണന് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങൾ കേൾക്കരുത്, അത് പുറത്ത് പറയുകയും ചെയ്യരുത് എന്നുള്ളൊരു വിധിയാണ് അന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ
അത് ഈ ജഡ്ജിമാർക്കെതിരായിട്ടുള്ള അഭിപ്രായമാണ്. അവർ കർണന്റെ കാര്യത്തിൽ എടുത്ത നിലപാട് കണ്ടില്ലേ, ഇപ്പോൾ ഇതാ മാറി ഇങ്ങനെ എടുക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കാനാണ് BJP വക്താക്കൾക്ക്. അങ്ങനെയല്ല, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത് പരിഹരിക്കപ്പെടേണ്ടത് അവർ തന്നെയാണ്. ഇവർ ഇന്നും ജനങ്ങളുടെ മുന്നിൽ വന്ന ഈ ജഡ്ജിമാരും ഇനി വരാത്ത ജഡ്ജിമാരും ഇവരെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ ഒരു എന്ത് ജനാധിപത്യ വിരുദ്ധമായ നിലപാടും സ്വീകരിക്കാം. ഇപ്പോൾ കർണന്റെ കാര്യങ്ങൾ പറയാൻ, അത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൗലികാവകാശ ലംഘനമാണ്. ഇത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പത്രസ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള പ്രശ്നമാണ്, ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ ഇതെല്ലാം ഇവർ ഒരുമിച്ചിരുന്നാണ് തീരുമാനിച്ചത്. ഇത് ശരിയാണെന്ന് ഇന്ന് ജനങ്ങളോട് ഇതെല്ലാം ആകുമ്പോഴും ഇപ്പോഴത്തെ ചോദ്യം ഇതാണ്: 7 ദിവസമായി ഈ പ്രതിസന്ധി ഇപ്പോൾ തീരും നാളെ തീരുമെന്ന് കരുതി മുന്നോട്ട് പോകുമ്പോൾ ഇതുവരെയും തീർന്നിട്ടില്ല എന്നുള്ളിടത്ത് കേന്ദ്ര സർക്കാരിന്റെ നിയമകാര്യ മന്ത്രാലയമോ രാജ്യത്തെ സർക്കാരോ പ്രധാനമന്ത്രിയോ എന്ത് ഇടപെടലുകൾ നടത്തണം എന്ന് ആണ് ഇപ്പോൾ കരുതുന്നത്? ജുഡീഷ്യറി ഇത്തരത്തിൽ ഇപ്പോൾ ഇതിൽ വന്നിട്ടുള്ള അപ്പോൾ കേസ് വീതിച്ച് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് അതിൽ ഇടപെടാൻ കഴിയുമോ? ലോ മിനിസ്റ്റർക്ക് ഇടപെടാൻ കഴിയുമോ? കഴിയില്ലല്ലോ. അത് അവരോട് കീഴ്വഴക്കങ്ങൾ നേരത്തെ ഉണ്ട്. ആ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് അവരാണ് തീരുമാനിക്കേണ്ടത്. ശരി, അങ്ങനെയാണ് കേന്ദ്ര സർക്കാർ കരുതുന്നതെങ്കിൽ ഈ പ്രശ്നമുണ്ടായതിന്റെ അടുത്ത ദിവസം രാത്രി ഇരുട്ടി വെളുത്ത ഉടനെ തന്നെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്തിനാണ് ചീഫ് ജസ്റ്റിസിന്റെ വീട്ടുപടിക്കൽ ചെന്നത്? അതൊരു ഇടപെടൽ എന്നുള്ള നിലയിൽ കാണേണ്ട കാര്യമില്ല. ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളത് ഒരു ഗവൺമെൻറ് ചുമതല. അതുകൊണ്ട് പ്രൈം മിനിസ്റ്റർ ഇത് അറിഞ്ഞ ഉടനെ തന്നെ ലോ മിനിസ്ട്രിയോട് തന്നെ അതിൻ്റെ റിപ്പോർട്ട് ചോദിച്ചല്ലോ. അതേസമയം നിങ്ങൾ അതേ വാചകത്തിൽ ഒരു കാര്യം കൂടി പറയണം. ഇതേ പത്രസമ്മേളനം നടത്തിയിട്ട് വീടിൻ്റെ പുറകെ കൂടി ഒരു രാഷ്ട്രീയ നേതാവിനെ വിളിച്ച് കയറ്റി കൈ ഷേക്കാൻ കൊടുക്കുന്നത് നമ്മൾ മാധ്യമത്തിൽ കണ്ടല്ലോ. ശരി, അക്കാര്യത്തിന് മറുപടി പറയാനുള്ളവർ പറയട്ടെ. പക്ഷേ രാജ്യത്തെ സർക്കാരാണ് ചീഫ് ജസ്റ്റിസിനെ നിയന്ത്രിക്കുന്നതെന്ന് ആരോപണമുള്ളപ്പോൾ സർക്കാരിന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ കേസുകളിലാണ് ഇടപെടലുകൾ ചീഫ് ജസ്റ്റിസ് നടത്തുന്നതെന്ന് ആരോപണം പറഞ്ഞ 4 ജഡ്ജിമാർ മാറി നിൽക്കുമ്പോൾ ഈ രാജ്യത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെ പ്രതിയായ കേസിനെ സ്വാധീനിക്കുന്ന രീതിയിൽ ആണ് കാര്യങ്ങൾ എന്ന് ആരോപണം ഉള്ളപ്പോൾ BJPയുടെ പ്രധാനമന്ത്രി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ചീഫ് ജസ്റ്റിസിനെ കാണാൻ പോയതെന്തിന്? അദ്ദേഹം കയറ്റാത്തത് കൊണ്ട് മാത്രമല്ലേ വീട്ടിനകത്തേക്ക് പോകാത്തത്? അല്ലല്ല, ലാല് ഇപ്പോൾ ഉപയോഗിച്ച ഒരു വാചകം സത്യത്തിൽ അത് നമ്മുടെ ജുഡീഷ്യറിക്ക് തന്നെ അപമാനമാണ്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ നിയന്ത്രിക്കുന്നത് പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞാൽ അത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഞാൻ ഒരിക്കലും ഇന്ത്യൻ ജുഡീഷ്യറിയിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളല്ല, ഉണ്ടാകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എന്തുകൊണ്ടെന്നാൽ ഈ സംവിധാനം നിലനിൽക്കണം. എല്ലാ ജനങ്ങളുടെയും ഏറ്റവും അവസാനത്തെ ഒരു ആശ്രയം എന്നുള്ള ഒരു ഒരു സ്ഥാപനമാണ് ജുഡീഷ്യറി. ആ ജുഡീഷ്യറി രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാവാതെ ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് താങ്കൾ പറഞ്ഞ അത്തരത്തിലുള്ളൊരു പ്രചരണത്തിന് അല്ലെങ്കിൽ ഒരു വിശകലനത്തിന് ഞാൻ തയ്യാറാണ്. ശരി, ഡോക്ടർ സമ്പത്ത്, ശരി, ഡോക്ടർ സമ്പത്തിലേക്ക് വരാം. ടെലിഫോൺ ഇപ്പോൾ ശരിയല്ല. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഇപ്പോൾ ശ്രീ JR പത്മകുമാർ പറഞ്ഞതുപോലെ ആണ് കാര്യങ്ങൾ. രാജ്യത്തിന്റെ ജുഡീഷ്യറി സ്വതന്ത്രമായി പെരുമാറേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുകൊണ്ട് സർക്കാർ ആ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ മാറി നിൽക്കുകയാണ് BJPയും കേന്ദ്ര സർക്കാരും എന്ന് പറയുന്ന കാര്യത്തിൽ കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കും വിശ്വാസമുണ്ടോ ശ്രീ സുരേഷ് ബാബു? അതിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ജുഡീഷ്യറി ഈ കാര്യത്തിലൊക്കെ സ്വതന്ത്രമായിരിക്കണം, രാഷ്ട്രീയ ഇടപെടലുകൾ ജുഡീഷ്യറിക്ക് പാടില്ല. അത് ഭരണഘടനാ ശില്പികൾ തന്നെ അത് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് അതിന്റെ നിലനിൽപ്പിന് ആധാരമായ വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളതും ഭരണപരമായി ഇടപെടാൻ പാടില്ല എന്നുള്ള തിട്ടൂരങ്ങൾ ഭരണഘടനക്കകത്ത് എഴുതി വെച്ചിട്ടുള്ളതൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ അനിതര സാധാരണമായ ചില സംഭവങ്ങളും ചില സാധ്യതകളും തുറന്നു വയ്ക്കുമ്പോൾ ഇടപെടേണ്ടുന്നത് എക്സിക്യൂട്ടീവ് തന്നെയാണ്. ഇപ്പോഴെന്താണ്, ഭരണഘടനക്കകത്ത് ഒരു സാധ്യതകളൊന്നുമില്ലാത്ത ഒരു ചീഫ് ജസ്റ്റിസും ചീഫ് ജസ്റ്റിസിന് തൊട്ട് താഴെ കിടക്കുന്ന മറ്റ് 4 ജഡ്ജിമാരും തമ്മിൽ അവിടെ നടക്കുന്ന വഴക്കങ്ങളെക്കുറിച്ച്, കീഴ്വഴക്കങ്ങളെക്കുറിച്ച് അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു. ആ അഭിപ്രായ വ്യത്യാസത്തിന് റെസൊല്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ 4 ജഡ്ജിമാരും കത്ത് കൊടുത്തു, നേരിട്ട് പോയി കണ്ടു. ജുഡീഷ്യറി തന്നെയാണ് അത് പരിഹരിക്കേണ്ട കാര്യത്തിൽ എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടും അതിനൊന്നും വഴങ്ങാത്ത, അതിനോടൊന്നും കീഴ്പ്പെടാത്ത ഒരു സമീപനം ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് ഈ 4 സീനിയർ ജഡ്ജിമാർ ജനങ്ങളോട് പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. ആ പ്രതിസന്ധി
വീണ്ടും ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതും നമ്മളൊക്കെ രാജ്യം പ്രതീക്ഷിച്ചതും അവർ തന്നെ ന്യായയുക്തമായ രീതിയിൽ പരിഹരിക്കും എന്നായിരുന്നു. പക്ഷേ ശ്രീ ലാൽ സൂചിപ്പിച്ചതുപോലെ 7 നാള് പിന്നിട്ടിട്ടും അതിൻ്റെ യാതൊരു ലാഞ്ചനയും കാണാതിരിക്കുമ്പോൾ ഒരു ഭരണകൂടം പൂർണ്ണമായും നിശ്ചലമായി അതിനകത്ത് ഇടപെടാതെ അതിൻ്റെ നടപടികളിലെ കുറിച്ച് ഒന്നും ആലോചിക്കാതെ ഒന്നും പെരുമാറുന്നത് ഈ രാജ്യത്തൊരു ഭരണവുമില്ല, ഇപ്പറക്കാര്യത്തിൽ ജുഡീഷ്യറിയുമില്ല എന്ന ദുരവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിച്ചിട്ടുണ്ടാകുമോ എന്ന് അന്യരാജ്യക്കാർ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഈ രംഗത്തിലൂടെ ഉടലെടുത്തിട്ടുണ്ട് എന്ന ഭയപ്പാടാണ് എന്നെ വേദനിപ്പിക്കുന്നത്. ശരി, ഡോക്ടർ സമ്പത്ത്, ഈ കാര്യത്തിൽ പാർലമെന്റ്, താങ്കൾ ഉൾപ്പെടുന്ന ലോക്സഭ ഉൾപ്പെടെയുള്ള ഹൗസുകളാണ് ഈ കാര്യങ്ങളിൽ ഇനി ചർച്ച ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു വിഭാഗം ഇപ്പോഴുണ്ട്. ഈ കാര്യത്തിൽ BJP എടുത്തിരിക്കുന്ന നിലപാട് അതൊന്നുമല്ല, 7 ദിവസമല്ല ഇനി 70 ദിവസമായാലും അത് ജുഡീഷ്യറി തന്നെ തീർക്കട്ടെ എന്നുള്ളതാണ്. എന്ത് മനോഭാവമാണ് രാജ്യത്തെ സർക്കാരിന് ഈ കാര്യത്തിൽ ഉള്ളത് എന്നാണ് നിങ്ങളെപ്പോലുള്ളവർ കരുതുന്നത്? രാജ്യത്തെ സർക്കാരിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഇപ്പോൾ ചെയ്യാനുണ്ടോ? ഇന്ത്യ ഗവൺമെൻറ് ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇടപെടലുകൾ വാസ്തവത്തിൽ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നെ തെറ്റാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഗവൺമെൻറ് വിശദീകരിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ എന്നത്, ജനുവരി 12-ാം തീയതി 4 മുതിർന്ന ജഡ്ജിമാർ അവർ കോടതി മുറി വിട്ടുവന്ന് വാർത്താസമ്മേളനം നടത്തി അവർ ചില കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങൾ അനിതര സാധാരണമായിട്ടുള്ളതാണ്. ഒരുപക്ഷെ ചില അഭിഭാഷകരുടെയോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെയോ ഭാഷയിൽ പറഞ്ഞാൽ ഞെട്ടിക്കുന്നതാണ്. ഒരിക്കലും ചരിത്രത്തിൽ ഒരിടത്തും അത്തരത്തിൽ ഇതിന് സമാനമായ സംഭവം ഉണ്ടായിട്ടില്ല. ആ 4 ന്യായാധിപന്മാരും പറഞ്ഞ കാര്യത്തിൽ 2 വരി ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ ഇതിന് ആധാരമായ കാര്യങ്ങളെ സംബന്ധിച്ച് അവർ പറഞ്ഞതാണ്, ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ചില വിഷയങ്ങളുണ്ടായല്ലോ, ഈ സങ്കീർണമായ ചില വസ്തുതകൾ അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിലേക്ക് തന്നെ വന്നത്. ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു, നടന്നില്ല. അതുകൊണ്ട് വിഷയം രാജ്യത്തിനും ജനങ്ങൾക്കും മുന്നിൽ വയ്ക്കുകയാണ്. സുപ്രീം കോടതി നടപടി വ്യവസ്ഥാപിതമായ രീതിയിൽ മുന്നോട്ട് പോകണം. അതിനു വിരുദ്ധമായി പലതും നടന്നു, അത് തിരുത്തപ്പെടണം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടുള്ള വിഷയം, ഇവിടെ 4 മുതിർന്ന ജഡ്ജിമാർ അവർ ഈ വിഷയങ്ങൾ രാജ്യത്തിനും ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്? അതിൻ്റെ കാരണം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ തന്നെ ബോധ്യപ്പെടുത്താനായി പലതവണ ശ്രമിച്ചിട്ടും അത് നടന്നില്ല. മറ്റ് മാർഗങ്ങളില്ല. അവരുടെ മനസാക്ഷിക്ക് നിരക്കാത്ത നിലയിൽ അതുമായി യോജിച്ചു പോകാൻ അവർക്ക് കഴിയാത്ത, മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ഇതെന്ത് എന്നൊക്കെയുള്ളതിനെ സംബന്ധിച്ച് അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനിപ്പോൾ ജഡ്ജിമാർ തമ്മിൽ ചായ കുടിച്ചു പിരിഞ്ഞാലും അവിടെ വിരുന്നു സൽക്കാരം നടത്തി ഹസ്തദാനം നടത്തിയാലും ഇനി ആശ്ലേഷിച്ച് കെട്ടിപ്പിടിച്ച് മൈ ലേണഡ് ബ്രദർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിരിഞ്ഞിരുന്നാലും കാര്യങ്ങൾ അതുകൊണ്ട് തീരുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇവിടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പലതും നടന്നുപോയെങ്കിൽ, കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമായി പലതും നടന്നുപോയെങ്കിൽ അത് തിരുത്തപ്പെടണമെന്ന് അവർ തന്നെ പറയുമ്പോൾ, അവർ പറഞ്ഞതുകൊണ്ട് അവരിപ്പോൾ കോടതി അലക്ഷ്യ നടപടികളെ നേരിടേണ്ടതായിട്ടില്ല. ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ 4 പേരും അഭിഭാഷകരാണ്. അഭിലാഷ് കൂടി ഇതിൽ പങ്കെടുക്കാനുണ്ടല്ലോ, സുപ്രീം കോടതിയിൽ അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം. ഞങ്ങൾ 4 പേരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അഭിഭാഷകരായിട്ടുള്ളവർ. ഞങ്ങൾ പറഞ്ഞാൽ പോലും ഒരുപക്ഷെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൻ്റെ ആ ഒരു ആക്ടിൻ്റെ പർവ്യൂവിൽ ഞങ്ങൾ പലരും ഭീഷണി നേരിടേണ്ടതായിട്ട് വരും. മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളൊന്നും മാധ്യമങ്ങളിൽ കാര്യമായി ഉണ്ടാവാറില്ല. ലോക്സഭയിൽ ഇത്തരം ചർച്ച എന്തെങ്കിലും ഉണ്ടായെങ്കിൽ ഈ അടുത്തിടെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരുടെ ശമ്പളവും അലവൻസുകളും വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഭരണഘടനാ ചുമതല ഞങ്ങൾ നിർവഹിക്കുമ്പോഴാണ് അത്തരത്തിലുണ്ടായത്. വാസ്തവത്തിൽ എൻ്റെ ഒരു ചോദ്യം, ഇവിടെ എക്സിക്യൂട്ടീവിന് പിഴവ് സംഭവിച്ചാലോ ലെജിസ്ലേച്ചറിന് പിശക് സംഭവിച്ചാലോ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടതും ആ ഭരണഘടനയുടെ തന്നെ സംരക്ഷകർ എന്നുള്ള നിലയിൽ അങ്ങനെ ഇടപെടേണ്ടതും പെരുമാറേണ്ടതും ആ കർത്തവ്യം നിർവഹിക്കേണ്ടതുമായിട്ടുള്ളത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിക്ക് പിഴവ് സംഭവിച്ചാൽ, ആ പിഴവ് സംഭവിക്കാൻ പാടില്ല, അങ്ങനെ പിഴവ് സംഭവിച്ചാൽ എങ്ങനെയാണ് തിരുത്തപ്പെടുക, ആരാണ് തിരുത്തുക? അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അത് ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടതു തന്നെയാണ്. ഇത് വെള്ളം കിടക്കാത്ത അറയായി അടച്ചു മാറ്റി ജുഡീഷ്യറിക്ക് ഇല്ലാത്തതായിട്ടുള്ള മഹത്വമെല്ലാം കൽപ്പിച്ചു നൽകി അങ്ങനെ വിഗ്രഹവൽക്കരിക്കേണ്ടതൊന്നുമല്ല ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ജുഡീഷ്യറി എന്നതാണ് എൻ്റെ അഭിപ്രായം. ശരി, അപ്പോൾ ഈ കാര്യത്തിൽ ചർച്ച മുന്നോട്ട് പോകാതിരിക്കാൻ, മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ
വിമർശിക്കുന്നവർ വിമർശിക്കാതിരിക്കാനൊക്കെ ജുഡീഷ്യറിയുടെ ആ മഹത്വം പറഞ്ഞ് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്ന് പേടിപ്പിച്ചിട്ട് കാര്യമില്ല. ഇതാണ് ഡോക്ടർ സമ്പത്ത് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, ഈ കാര്യത്തിൽ സർക്കാരിനോട് ഈ 7 ദിവസമാകുമ്പോൾ ചോദ്യം വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, സർക്കാർ തന്നെയല്ലേ ഒരു തരത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഇപ്പോൾ ജുഡീഷ്യറിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ 4 ജഡ്ജിമാർ പുറത്തേക്ക് വന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അതിൽ ചിലയിടത്ത് ജസ്റ്റിസ് ലോയയുടെ കാര്യങ്ങളുണ്ട്, അങ്ങോട്ട് ചോദിച്ചാണെങ്കിലും അതിനകത്ത് വരുന്ന പുറത്തേക്ക് വരുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അതുപോലെ മെഡിക്കൽ കോഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയിൽ വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ ബെഞ്ചിനെ നിശ്ചയിച്ച കാര്യത്തിൽ ഉള്ള പ്രശ്നങ്ങളുണ്ട്. ഈ ഭരണഘടനാ ബെഞ്ച് നിശ്ചയിക്കപ്പെട്ടതിലൂടെ പുറത്തേക്ക് വരുന്ന വിധികൾ ആരെയാണ് സഹായിക്കുക, ഏത് കേസുകളാണ് അതിൽ വരിക? ഇന്ന് തന്നെ ആധാർ കേസ് ഭരണഘടനാ ബെഞ്ചാണല്ലോ നോക്കിയത്. ആ കാര്യത്തിൽ ഈ മുതിർന്ന 4 ജഡ്ജിമാർക്ക് സ്ഥാനമില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ പ്രധാനപ്പെട്ട സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു വിധി വരാൻ സാധ്യതയുള്ള കാര്യത്തിലൊക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സുപ്രീം കോടതി എങ്ങനെ ഇടപെടുന്നു എന്ന തരത്തിലാണ് ഈ ജഡ്ജിമാർക്കൊരു നിരാശയുണ്ടായതായി വിലയിരുത്തപ്പെടേണ്ടി വരിക. സർക്കാരാണ് ഒരു ഭാഗത്ത്, സർക്കാർ ഉത്തരം പറയേണ്ടതില്ലേ? ഡോക്ടർ ലാൽ, ഇതുവരെ കേരളത്തിലെ മാധ്യമങ്ങൾ, ഒരുപക്ഷെ ദേശീയ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യാത്ത ഒരു വിഷയം ഈ ചർച്ചയിൽ ഞാൻ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പല വിഷയങ്ങളും ജഡ്ജിമാർ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിന് കൊടുത്ത കത്തിനകത്ത് പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് വൈറ്റലായിട്ട് പറയുന്ന ഒരു കാര്യം ചർച്ചകളിൽ നിന്നൊക്കെ തിരസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അത് മെമ്മോറാണ്ടം ഓഫ് പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട പരാമർശമാണ്. മെമ്മോറാണ്ടം ഓഫ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ ജഡ്ജിമാരെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ സർക്കാരും കോടതിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പരസ്പര ചർച്ചകൾക്ക് ശേഷം സുപ്രീം കോടതി അത് ഫൈനലൈസ് ചെയ്ത് കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുത്തതാണ് മെമ്മോറാണ്ടം ഓഫ് പ്രൊസീജിയർ. മാർച്ച് 2017 മെമ്മോറാണ്ടം ഓഫ് പ്രൊസീജിയർ അയച്ചു കൊടുത്തെങ്കിലും ഇതുവരെ കേന്ദ്ര സർക്കാർ അത് ക്ലിയർ ചെയ്തിട്ടില്ല. ആ കത്തിൽ ഏറ്റവും ആദ്യം പറഞ്ഞ പോയിന്റുകളിൽ ഒന്നാണ് ഈ മെമ്മോറാണ്ടം ഓഫ് പ്രൊസീജിയർ. എന്തുകൊണ്ട് സർക്കാർ ഇതുവരെ മെമ്മോറാണ്ടം ഓഫ് പ്രൊസീജിയർ ക്ലിയർ ചെയ്തില്ല? മാർച്ചിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ അടുത്ത വർഷമായി 2018 തുടങ്ങി. അതിൽ നിന്ന് നമ്മൾ അനലിറ്റിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ വെളിവാകുന്ന ഒരു കാര്യം, സുപ്രീം കോടതി കൊളീജിയത്തിനുള്ളിൽ തന്നെ മെമ്മോറാണ്ടം ഓഫ് പ്രൊസീജിയറിൻ്റെ ടെക്സ്റ്റിനെ സംബന്ധിച്ച് എന്തോ ശക്തിയായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ ചീഫ് ജസ്റ്റിസിൻ്റെ നിലപാട് ഒരുപക്ഷെ ബഹുമാനപ്പെട്ട മറ്റ് 4 ജഡ്ജിമാരുടെ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം. അങ്ങനെ എന്തോ ഒരു കാരണം കൊണ്ട് സർക്കാർ മെമ്മോറാണ്ടം ഓഫ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് മേൽക്കൈ വേണം എന്ന് ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ട് ആണ് മാസങ്ങളായി ഈ ഒരു അവരുടെ വടംവലി നടന്നുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റിസ് ഠാക്കൂർ എന്താ പറഞ്ഞത്? മെമ്മോറാണ്ടം ഓഫ് പ്രൊസീജിയർ എത്രയും പെട്ടെന്ന് ഫൈനലൈസ് ചെയ്തില്ലെങ്കിൽ കണ്ടംപ്റ്റ് ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുമെന്ന് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ഠാക്കൂർ പറയുകയുണ്ടായി. അപ്പോൾ 2017 മാർച്ച് മുതൽ ഇന്ന് വരെ എന്തുകൊണ്ട് ഡിലേ ചെയ്തു? ചീഫ് ജസ്റ്റിസിന് ഇതിനകത്തൊരു പങ്കുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഒരു കൺസെൻറ്റ് ഇതിനകത്തുണ്ടോ? ഈ ബോൾ സർക്കാരിൻ്റെ കോർട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ 4 ജഡ്ജിമാർ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിപ്പോൾ താല്പര്യം. അപ്പോൾ സർക്കാരിന് അങ്ങനെ കൈയൊഴിയാൻ കഴിയുകയില്ല. പിന്നെ ഇവിടെ പത്മകുമാർ പറയുകയുണ്ടായല്ലോ, സർക്കാരിന് ഭരണഘടനാപരമായിട്ടും അല്ലാതെ ഇതിനകത്ത് ഇടപെടാൻ കഴിയുകയില്ല എന്ന്. ഇത് നാം ചരിത്രത്തിലേക്ക് നോക്കാതെയുള്ള ഒരു പ്രസ്താവനയായിട്ട് നടത്തിയതായിട്ടാണ് ഞാനതിനെ കാണുന്നത്. 1954 മുതൽ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലം മുതൽ കാലാകാലം സർക്കാരിൻ്റെ ജുഡീഷ്യറിയിൽ കൈകടത്തുവാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. മഹാനായ ജവഹർലാൽ നെഹ്റു പോലും ആ ഒരു അത്യാഗ്രഹത്തിൽ നിന്ന് വിമുക്തനായിരുന്നില്ല. സീനിയോറിറ്റി പ്രകാരം ഏറ്റവും സീനിയർ ആയിട്ടുള്ള ജഡ്ജിനെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായിട്ട് അവരോധിക്കാനുള്ള അങ്ങനെയുള്ള കൺവെൻഷൻ നിലവിലിരിക്കെ 1954 ജസ്റ്റിസ് പതഞ്ജലി ശാസ്ത്രി റിട്ടയർ ആകാൻ നേരം ജസ്റ്റിസ് മെഹർചന്ദ് മഹാജനായിരുന്നു ചീഫ് ജസ്റ്റിസ് ആകേണ്ടിയിരുന്നത്. പക്ഷേ നെഹ്റു അദ്ദേഹത്തിൻ്റെ പ്രിയനായ ജസ്റ്റിസ് BK മുഖർജിയോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ അപ്പോയിന്റ് ചെയ്യട്ടെ സൂപ്പർസീഡ് ചെയ്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ വളരെയധികം മോറൽ ഫൈബറുള്ള ആ ന്യായാധിപൻ പറഞ്ഞു, വേണ്ട, നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്, നിങ്ങൾ എന്നെ നിർബന്ധിച്ചാൽ ഞാൻ രാജിവെക്കുമെന്ന്. അതുപോലെ തന്നെയാണല്ലോ ജസ്റ്റിസ് അജിത് നാഥ് റേയുടെ അപ്പോയിന്റ്മെന്റ് 1973 നടന്നത്. കേശവാനന്ദ ഭാരതി വിധിക്ക് ശേഷം 3 സീനിയർ മോസ്റ്റ് ജഡ്ജിമാരെ സൂപ്പർസീഡ് ചെയ്തുകൊണ്ടാണ്. വ്യക്തമായി ലിറ്ററേച്ചറിൽ ജോർജ് ഗാഡ്ബോയ്സിന്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബുക്കിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഫോൺ കോൾ ചെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ജസ്റ്റിസ് അജിത് നാഥ് റേയ്ക്ക്, നിങ്ങൾക്ക് ചീഫ് ജസ്റ്റിസ് ആകണോ വേണ്ടയോ, രണ്ടിലൊരു കാര്യം പറയുക, 4 മണിക്കൂർ തരും, യു ഹാവ് ടു റിപ്ലൈ വിതിൻ ദാറ്റ്.
അപ്പോൾ സർക്കാരിന് എക്കാലവും താല്പര്യം ഉണ്ടായിരുന്നു, ഇപ്പോഴും ആ താല്പര്യമുണ്ട്. മെമ്മോറാണ്ടം ഓഫ് പ്രൊസീജിയറിന്റെ ഫൈനലൈസേഷനിലെ ഡിലേ അത് മാത്രമാണ് ചൂണ്ടിക്കാട്ടുന്നത്. ശരി, അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ, അപ്പോൾ മുൻകാലങ്ങളിൽ കോൺഗ്രസ് ഇടപെട്ടതുപോലെ ജുഡീഷ്യറിയിൽ ഞങ്ങൾ ഇടപെടണമെന്നാണോ നിങ്ങളൊക്കെ പറയുന്നത്? ചോദ്യം വരാം BJPയുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ മുൻകാലങ്ങളിൽ സർക്കാരുകൾ, കേന്ദ്ര സർക്കാരുകൾ ഇടപെട്ടതിൽ നിന്ന് ഒരു വ്യത്യാസവുമില്ല നിങ്ങളുടെ ഇപ്പോഴത്തെ മൗനം, ഈ കാര്യത്തിൽ ഇടപെടാതിരിക്കൽ. കാരണം ചീഫ് ജസ്റ്റിസ് BJPക്ക് താല്പര്യമുള്ള, ഈ പറയുന്ന കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള വിഷയങ്ങളാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ 4 ജഡ്ജിമാരുടെ ആരോപണമാണ് നിലനിൽക്കുന്നത്. അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് കരുതുന്ന ആ മൗനം മുൻപ് ഇടപെട്ടതുപോലെ തന്നെയുള്ള മൗനമല്ലേ ഇപ്പോഴുള്ള ഈ ഇടപെടൽ തന്നെയല്ലേ അത്? ഞാൻ വളരെ അടിവരായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ലാൽ, അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയിട്ട് കേസ് ബെഞ്ചുകൾ മാറ്റുന്നു എന്നൊരു ആരോപണം ജഡ്ജിമാർ ഉന്നയിച്ചിട്ടില്ല. അവർക്ക് ജഡ്ജിമാർ ഇതിനെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ഇടപെടുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതിൽ വേണ്ട കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല ഉള്ളത്. അതായത് ഈ സീനിയർ ജഡ്ജിമാരെ അല്ല അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ആധാർ കേസ് പോലുള്ള കേസുകൾ കേൾക്കുന്നത് വളരെ ജൂനിയർ ആയിട്ടുള്ള ആളുകളാണ്. അതിൽ അവസാനം വിധി വരിക കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള രീതിയിലായിരിക്കും എന്നാണ് വിമർശനം. എനിക്ക് പറയാനുള്ളൊരു അവസരം കൂടി തരണം. നിങ്ങൾ ഇടയ്ക്ക് കയറി നിങ്ങളെ ഐഡിയ വേണമെങ്കിൽ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് എത്ര സമയം വേണമെങ്കിലും ഞാൻ ഇരിക്കാം. എനിക്ക് പറയാനുള്ള സമയവും തരണം, അല്ലെങ്കിൽ ഏകപക്ഷീയമായി പോകും. കാര്യം 3 പേര് ഇരുന്ന് നമ്മൾ 5 പേര് ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒന്ന്, ഇപ്പോൾ കേന്ദ്ര സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഈ ജുഡീഷ്യറിയിൽ പ്രശ്നമുണ്ട് എന്ന് BJPയോ കോൺഗ്രസോ വേറെ ആരും അല്ലല്ലോ പറഞ്ഞത്. ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം ജുഡീഷ്യറി പ്രശ്നമുണ്ട്, ജുഡീഷ്യറിക്ക് അകത്ത് തന്നെ ഈ പ്രശ്നമുണ്ട്. അതിനെ സംക്ഷിപ്തമായ ഒരു ജുഡീഷ്യറിയാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതി അല്ലെങ്കിൽ സ്വജനപക്ഷപാതം. ഈ കൊളീജിയം എന്ന് പറയുന്നത് സംബന്ധിച്ച് എന്താണ് അവിടെ നടക്കുന്ന ചർച്ച, അതിൻ്റെ മിനിറ്റ്സ്, അതിൻ്റെ സുതാര്യത, ഇതൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയില്ല. അതിൽ മാറ്റം വരണമെന്ന്. പക്ഷേ കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുത്ത മെമ്മോറാണ്ടം ഓഫ് പ്രൊസീജിയറിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു ക്ലിയറൻസ് കിട്ടിയില്ല എന്നാണ് അഭിലാഷ് പറഞ്ഞത്. നിങ്ങൾ പറയണ്ടല്ലോ, അദ്ദേഹം അത് പറഞ്ഞല്ലോ, അത് ഞാൻ മറുപടി പറയാനുള്ള സമയം തന്നാൽ മതി. അപ്പൊ ഇതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടൊരു നിയമം പാസ്സാക്കി 2013 തന്നെ അതിൻ്റെ ഒരു തുടക്കം വന്നു. അത് 2014 പാസ്സാക്കി അയച്ചു കൊടുത്തിട്ട്, നിങ്ങൾ ആലോചിക്കണം, രാജ്യസഭയും ലോക്സഭയൊക്കെ പാസ്സാക്കി അയച്ചു കൊടുത്തിട്ട് അതിനെ സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ട് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞ ആളുകളാണ്. ഇതിൽ ചെലമേശ്വറില്ല, ഇവർ പറഞ്ഞ ആളുകളാണ്. ഇപ്പൊ ജനാധിപത്യം വേണം, ജനങ്ങൾ ഇടപെടണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ജനങ്ങൾ ഇതിലൊക്കെ ഇടപെടണം, പരിഹരിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ജനങ്ങളുടെ പ്രതിനിധിയാണ്, ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആണല്ലോ ജനപ്രതിനിധികൾ. അവരെ ഏതെങ്കിലും ഭാഗത്തിൽ ഉൾപ്പെടുത്താൻ അവർ പാസ്സാക്കിയ ഒരു നിയമത്തെ സംബന്ധിച്ച് എന്താണ് ഇവരുടെ നിലപാട്? പിന്നെ മെമ്മോറാണ്ടത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ എനിക്കറിയില്ല അത് എന്താണ്, അയച്ചു കൊടുത്ത ഡേറ്റ് അറിയാം, അതിനകത്തെ കണ്ടന്റ് എന്താണ് എന്നുള്ള കാര്യം എനിക്കറിയില്ല. അത് അദ്ദേഹം ഊഹിച്ചത് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമായിരിക്കുമെന്നുള്ളത് അത് നമുക്ക്. ഈ കാര്യത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് നല്ലവണ്ണം അറിയാം. ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ വക്താവായ താങ്കൾക്ക് അത് അറിയാതെ പോയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കാര്യത്തിൽ ഇപ്പോൾ വരുന്ന വിമർശനം ഇത് തന്നെയാണ്. അതാണ് സുപ്രീം കോടതിയിൽ അഭിഭാഷകനായി കാലങ്ങളായി തുടരുന്ന അഡ്വക്കേറ്റ് MR അഭിലാഷ് പറഞ്ഞത്. മെമ്മോറാണ്ടം ഓഫ് പ്രൊസീജിയർ കഴിഞ്ഞ 2017 മാർച്ചിൽ അയച്ചു കൊടുത്തതാണ്. ഇതുവരെ അതിനകത്തൊരു ക്ലിയറൻസ് കൊടുക്കാതിരുന്നതിന് കാരണം കേന്ദ്ര സർക്കാരിനും ഈ ചീഫ് ജസ്റ്റിസിനും അക്കാര്യത്തിൽ താല്പര്യമുണ്ടോ? അത് അദ്ദേഹം പറയുന്നത്, നിങ്ങളത് അദ്ദേഹത്തിന് ഒന്ന് സപ്പോർട്ട് ചെയ്യണോ? അതാണ് ചോദ്യം. അങ്ങനെ അല്ലെങ്കിലോ കേന്ദ്ര ഗവൺമെന്റിന് താല്പര്യമുണ്ട് ഈ ജുഡീഷ്യറി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അഴിമതി ഒഴിവാക്കണം, ഈ ഇതിന്റെ അപ്പോയിന്റ്മെന്റ് സുതാര്യമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കാനല്ല എക്സിക്യൂട്ടീവുള്ളത്. ആ എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ചിടത്തോളം നിലപാടുണ്ട്. അത് പരിഹരിക്കുന്നതിന് ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ തന്നെ കിടക്കും, അതിൽ ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടി വളരെ എനിക്ക് ഗൗരവമായിട്ട് പറയാം. നിങ്ങൾ ചർച്ചയുടെ ഇടയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ജൂനിയർ ബെഞ്ച്. എന്ത് ജൂനിയർ ബെഞ്ചാണ്? കഴിഞ്ഞ ഒരു 10-20 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുക. ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളുകൾ കേട്ട കേസുകളുണ്ട്. നിങ്ങൾക്കറിയോ സൊറാവുദ്ദീൻ കേസ് 2011 വരുമ്പോൾ ആ കേസ് കൈകാര്യം ചെയ്ത് 11ാമത്തെ ബെഞ്ചാണ്. ആ ബെഞ്ചിന്റെ അന്നത്തെ വിധി ഗുജറാത്തിൽ നിന്ന് ആ കേസ് ഏറ്റുമുട്ടൽ കേസ് മഹാരാഷ്ട്രയിലേക്ക് പോകണം എന്ന് പറഞ്ഞത് 11ാമത്തെ ബെഞ്ചാണ്. അന്ന് ആർക്കും ഇത് തോന്നിയില്ലല്ലോ. 2007 സ്പെക്ട്രം കേസ് പ്രധാനമന്ത്രിക്കെതിരെ വരെ ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം അന്ന് കൈകാര്യം ചെയ്തത് 11ാമത്തെ ബെഞ്ചാണ്. ആ 11ാമത്തെ ബെഞ്ചിൽ അന്ന് അഭിഭാഷകനായി വാദിക്ക് വേണ്ടി പോയത് പ്രശാന്ത് ഭൂഷണാണ്. എന്നൊരു വ്യത്യാസം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആദ്യത്തെ 4 പേരെ ഏൽപ്പിക്കാതെ 10
മൂന്നാമനായ അരുൺ മിശ്രയെ ഈ കേസ് ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ടാ ഞാൻ ചോദിച്ച സ്പെക്ട്രം കേസ് പ്രധാനപ്പെട്ട ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേസല്ലേ? ആ സ്പെക്ട്രം കേസ് 11ാമത്തെ ബെഞ്ചല്ലേ കേട്ടത്. അന്ന് ഈ പ്രശാന്ത് ഭൂഷണല്ലേ അവിടെ വാദിയായിട്ട് പോയത്. അന്ന് അദ്ദേഹത്തിന് തോന്നിയില്ലല്ലോ ഇത് ജൂനിയർ ബെഞ്ചാണെന്ന്. ഇപ്പൊ തോന്നുന്നത് എന്താ? സൊഹ്റാബുദ്ദീൻ കേസ്, അതാണ് ഞാൻ പറഞ്ഞത്. അത് ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ജഡ്ജിയാണ് കേട്ടത്. ഞാനൊരു കാര്യം പറയാം, ഇത് ജൂനിയർ സീനിയർ എന്നുള്ള ഒരു വ്യത്യാസമല്ല. താങ്കൾ പറയുന്ന അരുൺ മിശ്ര, ആ അരുൺ മിശ്രയും ഇന്ന് ബഹുമാനായ ജോർജ്, നമ്മുടെ കുര്യൻ ജോർജും തമ്മിൽ എത്ര സീനിയർ വ്യത്യാസമുള്ളത് നിങ്ങൾ പറയുന്നത്? ഈ കൊച്ചു കുട്ടികളാണോ ഈ സുപ്രീം കോടതി ജഡ്ജിമാര്? അവരെല്ലാം ഓരോ സംസ്ഥാനത്തിന്റെയും ഹൈക്കോടതിയിൽ ഇരുന്ന് ഭരണഘടനാ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ട് തന്നെയാണ് സുപ്രീം കോടതിയിൽ വന്നത്. 9-10 മാസത്തെ ഒരു വ്യത്യാസമാണ് ബഹുമാനപ്പെട്ട കുര്യൻ ജോസഫും ഈ അരുൺ മിശ്രയും തമ്മിലുള്ളത്. ഈ അരുൺ മിശ്രയെ പോലുള്ള ഒരു നമ്മൾ ജൂനിയർ എന്ന് അംഗീകരിച്ചാൽ പോലും ആ ജഡ്ജിമാർക്ക് അവരുടെ ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്യുന്നത് ജുഡീഷ്യറിക്ക് അപമാനമാണ്. ജുഡീഷ്യറി താർക്കാനുള്ള ശ്രമമാണ്. തിരിച്ചു വരാം. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഈ കാര്യത്തിൽ അഡ്വക്കേറ്റ് JR പത്മകുമാർ പറഞ്ഞപ്പോൾ ഞാൻ തർക്കിക്കാതെ മിണ്ടാതിരുന്നത് എത്ര ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം ഈ 4 ജഡ്ജിമാർ പറഞ്ഞതിനെ എതിർക്കുന്നത്, അവരുടെ സീനിയോറിറ്റിയെ കുറിച്ച് തർക്കിക്കുന്നത്, ആ ചീഫ് ജസ്റ്റിസ് പറഞ്ഞതാണ് ശരിയെന്ന് വരുത്താൻ ശ്രമിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ രാജ്യത്തെ സർക്കാരിന്റെ താല്പര്യം എന്നുള്ളതിന് ഇനി എന്ത് തെളിവ് വേണം അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ചർച്ചയ്ക്ക് മുതിരുന്നില്ല, പ്രശ്നം സോൾവ് ആകുന്നില്ല, കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ല, എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു? ഇത് തുടക്കം മുതലേ എല്ലാവർക്കും നാടിനും ബോധ്യമായിട്ടുള്ളൊരു വിഷയമാണ്. കാരണം ഗവൺമെന്റ് അതിനകത്ത് ഇടപെടേണ്ടതില്ല എന്നൊരു ധാരണ അവരെടുക്കുന്നത് ഗവൺമെന്റിന്റെ കാര്യങ്ങൾ വളരെ ശക്തമായി ഗവൺമെന്റ് നടപ്പാക്കുന്നതിനേക്കാളോ അല്ലെ ഗവൺമെന്റ് വാദിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തവും പ്രാബല്യത്തോടും കൂടി വാദിക്കാൻ അതിനകത്ത് ആളുകളുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് അതിൻ്റെ അകത്ത് തൽക്കാലം മാറി നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അവരുടെ താല്പര്യങ്ങൾ ആ രൂപത്തിൽ തന്നെ അത് സംരക്ഷിക്കപ്പെടുമെന്ന് ഗവൺമെന്റിന് ബോധ്യമുണ്ട്. ഇവിടെ വളരെ പ്രധാനമായി നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ്? 4 ജഡ്ജിമാർ പറഞ്ഞു ഇതിവിടെ നടക്കുന്നത് അരുതാത്തതാണ് നടക്കുന്നത്, ഞങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു, അതിൽ ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. അവരോട് ചില ചോദ്യങ്ങൾ പത്രക്കാർ ചോദിച്ചപ്പോൾ അത് ജനം തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ജനം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ശ്രീ പത്മകുമാർ അടക്കമുള്ള BJP നേതാക്കന്മാർ പറഞ്ഞത് അതെങ്ങനെയാ ഒരു ജനം, അതെന്തൊരു ജനമാണ്, അങ്ങനെ ജനം തീരുമാനിക്കുന്നുണ്ടോ, ജനങ്ങളാണോ അങ്ങനത്തത്? ഇപ്പോ വളരെ വ്യക്തമായി നമുക്കറിയാലോ, ജനങ്ങളുടെ പ്രതിനിധികളാണ് ശ്രീ സമ്പത്ത്, പ്രതിനിധിയായിട്ടാണ് ശ്രീ സമ്പത്ത് പാർലമെന്റിലേക്ക് ഇരിക്കുന്നത്, ജനപ്രതിനിധിയാണ്. ഈ ഇത്തരം സുപ്രീം കോടതിയുടെ വിഷയങ്ങളൊക്കെ അത്തരം കാര്യങ്ങളിൽ ജനം തീരുമാനിക്കട്ടെ എന്ന് 4 മുതിർന്ന ജഡ്ജിമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പറഞ്ഞത് യാഥാർത്ഥ്യമാണെങ്കിൽ ജനങ്ങളുടെ പ്രതിനിധികളായ പാർലമെന്റിനകത്തേക്ക് ഗവൺമെന്റ് വരട്ടെ. ഗവൺമെന്റ് വന്നിട്ട് ഇത്തരം പ്രതിസന്ധി ഇവിടെ ഉണ്ട്, സുപ്രീം കോടതിക്കകത്തുണ്ട്, നിയമപരമായി അവർക്ക് ബാധ്യതയൊന്നുമില്ല, അല്ല ഉത്തരവാദിത്തമില്ല, അവകാശവുമില്ല. പക്ഷെ എന്നിരുന്നാലും ജനങ്ങളുടെ മുമ്പിലേക്ക് 4 മുതിർന്ന ജഡ്ജിമാർ ചില വിഷയങ്ങൾ അവതരിപ്പിച്ചാൽ ജനങ്ങളുടെ പ്രാതിനിധ്യമുള്ള പാർലമെന്റ് അത് ചർച്ച ചെയ്യണം, പാർലമെന്റ് അതിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തണമെന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ ഡോക്ടർ സമ്പത്ത്, ഈ കാര്യത്തിൽ ഇപ്പോൾ പാർലമെന്റിൽ എത്രമാത്രം ചർച്ച നടക്കാൻ നിയമപരമായി സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ശ്രീ JR പത്മകുമാർ ഒന്ന് വാദിച്ചു നോക്കുന്നത്. അതായത് നിയമം കൊണ്ടാണ് കേന്ദ്ര സർക്കാർ പെരുമാറുന്നത്, ഇടപെടാൻ പാടില്ല എന്നൊക്കെ തന്നെയാണ് വീണ്ടും വാദിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആവേശം ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടി. ഈ കാര്യത്തിൽ ഇപ്പോൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ്. നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ, വിഗ്രഹങ്ങൾ ചിലപ്പോൾ പൊട്ടേണ്ടതൊക്കെ പൊട്ടണം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ജുഡീഷ്യറിയിൽ പറയേണ്ട കാര്യങ്ങൾ പുറത്തേക്ക് പറയണം എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഈ കാര്യത്തിൽ കോർട്ട് അലക്ഷ്യം എന്നുള്ളത് പേടിപ്പിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരുന്നിട്ട് കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അദ്ദേഹം ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ BJP സർക്കാരിന് വേണ്ടി അറിഞ്ഞോ അറിയാതെയോ കാര്യങ്ങൾ പെരുമാറുന്നുണ്ട് എന്നൊരു ആരോപണം ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥിതിക്ക് ആ കാര്യം തെളിയിക്കപ്പെടണ്ടേ? എങ്ങനെ അന്വേഷിക്കും? ഏത് രീതിയിലാണ് ആ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനാകുക? അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകേണ്ടതുണ്ടോ 7 ദിവസം കഴിഞ്ഞിട്ടും ഒന്നും നടക്കാതെ ആകുമ്പോൾ? ഇതിപ്പോൾ ഈ വിഷയം നമ്മുടെ ഈ ഒരു ചർച്ച കൊണ്ട് മാത്രം അത് തീരുന്നില്ല, അവസാനിക്കുന്നില്ല, അടയുന്നില്ല.
ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞുവല്ലോ, ജഡ്ജിമാർ തമ്മിൽ, സുപ്രീം കോടതിയിലെ ബഹുമാനപ്പെട്ട ജഡ്ജിമാർ തമ്മിലുള്ള അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം അവർ തമ്മിൽ പറഞ്ഞു തീർത്തു എന്നുള്ളത് കൊണ്ട് ആ വിഷയങ്ങൾ അവസാനിക്കുന്നില്ല. വാസ്തവത്തിൽ ഇന്ത്യൻ ജുഡീഷ്യറിയെ ഗ്രസിച്ചിട്ടുള്ള ഒരു രോഗമുണ്ട്. ആ രോഗത്തിൻ്റെ വേരുകൾ തേടി നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു ബഹുമാന്യ ന്യായാധിപൻ കേരളത്തിൽ തന്നെയാണ് വന്ന് അഭിഭാഷകരുടെ ഒരു യോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ ജുഡീഷ്യറിയിലെ 80% ആളുകളും സത്യസന്ധരാണ്. ഒരു പാത്രം പകുതി നിറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ പകുതി ഒഴിഞ്ഞതാണ് എന്ന് കൂടി അതിനർത്ഥമുണ്ട്. അതായത് 20% ജുഡീഷ്യറിയിൽ അഴിമതിക്കാരാണ് എന്നുള്ളത് അദ്ദേഹം മറ്റൊരർത്ഥത്തിൽ അദ്ദേഹം പറയുകയായിരുന്നു. ഒരേ കാര്യത്തെ തന്നെ പോസിറ്റീവായും നെഗറ്റീവായും പറയാം. 80% ആളുകൾ സത്യസന്ധരാണ് എന്ന് പറയുമ്പോൾ കയ്യടി നേടിക്കൊണ്ട് പോകാം. എന്നാൽ 20% ആളുകൾ അവർ അഴിമതിക്കാരാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നെറ്റികൾ ചുളിയും, പല ആളുകളും വല്ലാതെ കോപിക്കും, ചില ആളുകൾക്ക് നോവും. എന്തായാലും അക്കാലത്ത് ആർക്കും നൊന്തില്ല. അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള പ്രത്യേകിച്ച് ആരുടേതുമായ ഭത്സനങ്ങൾ ഉണ്ടായില്ല, വലിയ രൂക്ഷ നിലയിലുള്ള വിമർശനങ്ങളും ഉണ്ടായില്ല. ഉണ്ടായാൽ തന്നെ സ്ഥാനമൊഴിയുന്നതിന് മുമ്പ് ചീഫ് ജസ്റ്റിസ് ആണിത് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനോട് ഇത്തരം കാര്യങ്ങൾ പറയാൻ ആരും അങ്ങനെ മെനക്കെട്ടതുമില്ല. ഇന്നിപ്പോൾ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് 10 കാര്യങ്ങളാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ജഡ്ജിമാർ മുന്നോട്ട് വെച്ചത്. അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങളെല്ലാം പുതിയതാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള 4 അഭിഭാഷകർക്കും, പ്രത്യേകിച്ച് ശ്രീ അഭിലാഷ് സുപ്രീം കോടതിയിൽ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകൻ കൂടിയായതുകൊണ്ട് നമുക്കെല്ലാം അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് നന്നായി അറിയുമായിരിക്കും. പക്ഷേ ഒരു കാര്യം, ജുഡീഷ്യറിയെ സംബന്ധിച്ച് പാർലമെൻറ്റിന് ചർച്ച ചെയ്യാനുള്ള എല്ലാ അധികാരങ്ങളുമുണ്ട്. പ്രമേയങ്ങളടക്കം അവിടെ അത്തരത്തിൽ ചർച്ച ചെയ്യാനും പാസ്സാക്കാനുമുള്ള അധികാരങ്ങളുണ്ട്. പാർലമെൻറ്റിൻ്റെ അധികാരം എന്നുള്ളത് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഈ ബഹുമാനപ്പെട്ട ജഡ്ജിമാർക്ക് ശമ്പളവും അലവൻസുകളും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു വേദിയല്ലല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു വേദിയല്ലല്ലോ. ജുഡീഷ്യറിയെ സംബന്ധിച്ച് പൊതുവിലുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക്, കാരണം ഇത് ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ജനാധിപത്യത്തിൻ്റെ 3 തൂണുകളിലൊന്നാണ്. ലെജിസ്ലേച്ചറിനും എക്സിക്യൂട്ടീവിനെയും പോലെ തന്നെ ജുഡീഷ്യറിയുടെ അക്കൗണ്ടബിലിറ്റി ആരോടാണ്, അവരുടെ ഉത്തരവാദിത്വം ആരോടാണ് മറുപടി പറയേണ്ടത്. ജുഡീഷ്യറിയോട് ആരും ചോദ്യങ്ങൾ ചോദിക്കേണ്ടതില്ല എന്നുള്ള നിലയിൽ ജുഡീഷ്യറിയിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള നിലയിലേക്ക് വന്നാൽ എൻ്റെ സുഹൃത്ത് അഭിലാഷ് ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ അത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരുടെ സംഘടനകൾ പോലും വ്യത്യസ്ത തട്ടുകളിലാണല്ലോ. ഈ വിഷയത്തിൽ അറ്റോർണി ജനറൽ പറഞ്ഞത് എന്താണ്? എല്ലാ വിഷയങ്ങളും പരിഹരിച്ചു. അദ്ദേഹം വിഷയം പരിഹരിച്ചു എന്ന് പറഞ്ഞ് 48 മണിക്കൂർ കഴിയുമ്പോഴും അത് അങ്ങനെ തന്നെ പരിഹരിക്കപ്പെടാതെ അത് തുടരുകയാണ്. 2, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇക്കാര്യത്തിൽ എടുത്ത നിലപാടെന്താണ്? ആ നിലപാടിന് വിരുദ്ധമാണ് സുപ്രീം കോടതിയിലെ ബാർ അസോസിയേഷൻ എടുത്ത നിലപാടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം. ഇത് മൂടി വെച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ അസ്ഥികൂടങ്ങൾ അലമാരകളിലെല്ലാം ഒരുപാട് നാൾ സുഖസുഷുപ്തിയിൽ തന്നെ തുടർന്നുകൊള്ളും എന്നാരും വ്യാമോഹിക്കേണ്ടതില്ല. ഗവൺമെൻറ് അത്തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതായിട്ടോ മറ്റേതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ എൻ്റെ വർത്തമാനം ചുരുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനോട് എല്ലാ ആദരവോടും കൂടി തന്നെ പറയുകയാണ്. ഒരു മുഖ്യമന്ത്രിയായിരുന്ന മനുഷ്യൻ യൗവനകാലത്ത് തന്നെ ആത്മഹത്യ ചെയ്തു. രാഖി രാമാനമാണ് അരുണാചൽ പ്രദേശിലെ കോൺഗ്രസിൻ്റെ മന്ത്രിസഭ എല്ലാം നിലംപതിച്ചതും. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തിനേറെ പറയുന്നു, ബിർള സഹാറ കോർപ്പറേറ്റുകളിൽ നിന്ന് ആ പണം കൈപ്പറ്റിയവരുടെ പേരുവിവരങ്ങൾ വളരെ ഞെട്ടിക്കുന്നതായിട്ടുള്ള പേരുവിവരങ്ങളാണ്. ഇത്തരത്തിലുള്ള ഹർജി അടക്കം പലതും വരികയാണ്. ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വരുമ്പോൾ ജസ്റ്റിസ് ചെലമേശ്വർ അടക്കമുള്ള അത്തരത്തിലുള്ളൊരു ബെഞ്ചിൽ നിന്ന് 5 ഭരണഘടനാ ബെഞ്ചിലുള്ള 5 ജഡ്ജിമാർ ഇക്കാര്യങ്ങൾ കേൾക്കണം എന്നൊരു വിധിന്യായം വന്നാൽ തൊട്ട് പിറ്റേ ദിവസം തന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അത് റദ്ദാക്കിക്കൊണ്ട് മറ്റൊരു ഉത്തരവിടേണ്ടതായിട്ടുണ്ടോ? ഇത് ഐ ആം ദ ജഡ്ജ്, ഐ ആം ദ ജൂറി, ഐ ആം ദ എക്സിക്യൂഷണർ എന്നുള്ള നിലയിൽ പോകുന്നത് പോലെ ആളുകൾക്ക് തോന്നിയാൽ ഇവിടെ നീതി നടപ്പാക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, ആ നീതി നടപ്പാക്കപ്പെട്ടു എന്ന് ഏതൊരു സാധാരണ മനുഷ്യനും ബോധ്യപ്പെടണം. ശരി, അവിടെയാണ് ഈ സംശയത്തിന്റെ കുന്തമുന ഏത് ഭാഗത്തേക്കൊക്കെ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി ചർച്ചയാകുന്നത്. അല്ല, അത് അദ്ദേഹം പറഞ്ഞതിൽ താങ്കൾക്ക് താല്പര്യപൂർവ്വം ആ രീതിയിൽ ഡൈവേർട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ജഡ്ജിക്ക് അദ്ദേഹത്തിന് കേസ്, എനിക്ക് തന്നെ സുപ്രീം കോടതിയെ സംബന്ധിച്ച് ഇപ്പോൾ അഭിലാഷാണ് അത് പറയാനുള്ളത്. ഇപ്പോൾ ഇദ്ദേഹത്തിന് ചെല്ലമേശ്വറിന് അദ്ദേഹത്തിൻ്റെ ഒരു കേസ് വന്നാൽ അദ്ദേഹത്തിന് ആ ബെഞ്ചിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെടാം. ഇന്ന ബെഞ്ചിൽ ഇത് കേൾക്കണം എന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമോ? അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചീഫ് ജസ്റ്റിസിൻ്റെ അധികാരമാണ്. ആ ചീഫ് ജസ്റ്റിസ് ഉള്ള സമയത്ത് ആ അധികാരം വേറൊരാൾ പ്രയോഗിക്കാൻ നോക്കിയാൽ സ്വാഭാവികമായിട്ട് ഇടപെടലുണ്ടാവും. അത് വ്യക്തിത്വമുള്ള ആളുകൾ അതിൽ ഇടപെടും, സ്വാഭാവികമാണ്. ഞാൻ ചെയ്യേണ്ട കാര്യം, എനിക്ക് ചെയ്യാൻ അധികാരപ്പെട്ടൊരു കാര്യം വേറൊരാൾ ഇരുന്നുകൊണ്ട് ചെയ്യാൻ അത് ഒരു വേദിയിലും സാധാരണ ഒരു താഴെ വില്ലേജ് ഓഫീസിൽ പോയാൽ പോലും നടക്കില്ല എന്നുള്ളതാണ്.
പിന്നെ ഈ ജുഡീഷ്യറിയുടെ പ്രശ്നത്തെ സംബന്ധിച്ച് അവർ പരിഹാരം ജയർ പത്മകുമാർ, ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിക്കുണ്ടായ അപായം, അതുപോലെ ഒരു CBI ജഡ്ജിക്കുണ്ടായ ജീവാപായം, ഈ കാര്യത്തിലൊക്കെ രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുസമൂഹത്തിനും ഉണ്ടായ സംശയങ്ങളും വികാരങ്ങളും പ്രകടിപ്പിക്കുന്ന ഘട്ടത്തിൽ ആ ഭാഗത്ത് അല്ല താങ്കളെപ്പോലുള്ളവരുടെ വാദങ്ങൾ നിൽക്കുന്നത്. ആ കാര്യത്തിൽ ചീഫ് ജസ്റ്റിസിന് അധികാരമുണ്ടല്ലോ, അദ്ദേഹത്തിന് അത് ചെയ്യാമല്ലോ, നിങ്ങളുടെ രാഷ്ട്രീയ ഈ ഏതെങ്കിലും പ്രത്യേക താല്പര്യത്തിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഇതാണ്. ഏത് രാഷ്ട്രീയ നേതാവിന്റെ കൊലപാതകത്തെ സംബന്ധിച്ച്, ഏത് ജഡ്ജിയുടെ കൊലപാതകത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ നേതാവിന്റെ ആരോപണം? നിങ്ങൾ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ഈ ഒരു വിഷയത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ചില കള്ളക്കഥകളും മെനയുന്നതാണ്. അല്ലാതെ ഇതിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട കേസുകളെല്ലാം പല ഈ കാര്യത്തിൽ ഇപ്പോഴും കാര്യങ്ങൾ വ്യക്തമായി അന്വേഷിച്ച് കാര്യങ്ങൾ പുറത്തേക്ക് വരണമെന്ന ഹർജിയാണ് പരിഗണിക്കാനായി സുപ്രീം കോടതിയിൽ വന്ന് നിൽക്കുന്നത്. ആ കാര്യം പരിഗണിക്കേണ്ട കാര്യത്തിലാണ് ഏത് ജഡ്ജിയാണ് ഏത് ബെഞ്ചാണ് തീരുമാനിക്കേണ്ടെന്ന കാര്യത്തിൽ തർക്കം വരുന്നത്. അല്ല, അത് അങ്ങനെ അല്ലല്ലോ, അങ്ങനെ ഒരു തർക്കം ഇല്ലല്ലോ. അങ്ങനെ തർക്കം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ അരുൺ മിശ്ര എന്ന് പറഞ്ഞ ജഡ്ജി ഈ ചീഫ് ജസ്റ്റിസിന്റെ ചിങ്കിടിയാണ്, അദ്ദേഹം പറയുന്നത് പോലെ കേൾക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ജഡ്ജിയുടെ ചിങ്കിടിയാണെന്ന് ഉണ്ട് എങ്കിൽ ഈ ജുഡീഷ്യറിക്ക് അപമാനമല്ലേ? അത് പറയട്ടെ, അങ്ങനെ പറയട്ടെ. ശരി, നിങ്ങൾ വെറുതെ ഈ മഹത്തായ ഈ ഒരു സംവിധാനം ഏത് കേസാണെന്ന് അങ്ങേക്ക് തന്നെ മനസ്സിലായി, മാത്രമാണ് വളരെ നിഷ്പക്ഷരായ ആളുകൾ, ബാക്കി 21 പേരും മോശപ്പെട്ട ആളുകളാണ് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുന്നത് വേറെ താല്പര്യമാണ്. ശരി ശരി അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഈ കാര്യത്തിൽ ഇപ്പോൾ സംശയത്തിന്റെ പുകമറ എങ്ങോട്ടാണെന്നുള്ളത് രാജ്യത്തെ പൊതുസമൂഹം പറയുന്നത് 4 ജഡ്ജിമാർ പറഞ്ഞതിന് ശേഷമാണ്, അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത് അതിനുശേഷമാണ്. അവർക്ക് കോടതി അലക്ഷ്യം നേരിടേണ്ടി വരില്ല, പക്ഷേ ആ കാര്യത്തിൽ ഒരു ചർച്ച പോലും നടക്കില്ല. ഇതൊന്നും കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ലാത്ത മട്ടിൽ നേരത്തെ ഡോക്ടർ സമ്പത്ത് പറഞ്ഞതുപോലെ ചായ കുടിച്ച് പിരിയുകയോ കെട്ടിപ്പിടിച്ച് പിരിയുകയോ ചെയ്ത് പ്രശ്നം പരിഹരിച്ചതായി മുന്നോട്ട് പോയാൽ ഈ കാര്യത്തിൽ എന്താണ് ജനത്തിന്റെ മുമ്പിൽ വെച്ച കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുക? ഈ കാര്യത്തിൽ ആരാണ് തെറ്റുകാരൻ? ചീഫ് ജസ്റ്റിസിനൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം എങ്ങനെയാണ് ഒരു അക്കാഡമിക് ചർച്ചയ്ക്ക് ഞാൻ എടുക്കുകയാണ്, അതെങ്ങനെയാണ് നാളെ തെളിയിക്കാൻ പെടുക? അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അന്വേഷിക്കുക? അതും വരണ്ടേ പുറത്തേക്ക്? ഡോക്ടർ ലാൽ, ഇവിടെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധി ശ്രീ സമ്പത്ത് ഇവിടെ പറഞ്ഞതുപോലെ ചീഫ് ജസ്റ്റിസ് ആ കേസ് തീരുമാനിച്ചതിൽ മെഡിക്കൽ കോഴയുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അലോക്കേറ്റ് ചെയ്ത ആ രീതി അത് തികച്ചും ആശാസ്യമായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ചീഫ് ജസ്റ്റിസ് അഴിമതിക്കാരനാണെന്ന് ഞാൻ പറയില്ല. അദ്ദേഹം വളരെ വൈസായിട്ടുള്ള ഒരു ജഡ്ജാണ്, അദ്ദേഹം വെൽ റെഡാണ്. അദ്ദേഹത്തിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, അദ്ദേഹം ജസ്റ്റിസ് ചലമേശ്വർ ഒരു ജുഡീഷ്യൽ ഓർഡർ വഴി ഒരു 5 ജഡ്ജ് ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ജസ്റ്റിസ് ചലമേശ്വർ ചെയ്തത് നിയമപരമായി ശരിയാണെന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടെ ജസ്റ്റിസ് ചലമേശ്വർ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ, ഒരു യുണീക്ക് സാഹചര്യമായിരുന്നു നേരിട്ടത്. ആരോപണങ്ങൾ ചെല്ലമേശ്വറിന് സ്വന്തമായിട്ട് ചീഫ് ജസ്റ്റിസ് ഇരിക്കുമ്പോൾ താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഇന്ററപ്റ്റ് ചെയ്തില്ല. പ്ലീസ് ഡോണ്ട് ഇന്ററപ്റ്റ്, പ്ലീസ് ഡോണ്ട് ഇന്ററപ്റ്റ് വെൻ ഐ ആം ടോക്കിംഗ്. താങ്കൾ കേട്ടിട്ട് താങ്കൾ പ്രതികരിക്കൂ. ഞാൻ എന്റെ വശം പറഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെയല്ല, ഞാനൊന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി അല്ല. ഇപ്പോ ഈ ചർച്ച ഇപ്പൊ നേരത്തെ താങ്കൾ പറഞ്ഞ ഒരു ഭാഗത്തെ ഒരു നിലപാട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ജസ്റ്റിസ് അരുൺ മിശ്ര എന്ന് പറയുന്നത് ഒരു ജൂനിയർ ജഡ്ജി എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാനാകില്ല. ഞാൻ അതിലേക്ക് വരുവാൻ താങ്കൾ അനുവദിച്ചില്ല. അതിനു മുമ്പ് താങ്കൾ ഇടയ്ക്ക് കയറി പറയുകയായിരുന്നു ചെയ്തത്. ജസ്റ്റിസ് അരുൺ മിശ്ര എന്ന് വെച്ചാൽ പരിണിതപ്രജ്ഞനായ ഒരു ജഡ്ജാണ്. പക്ഷേ ജസ്റ്റിസ് ദീപക് മിശ്ര, ജസ്റ്റിസ് ചലമേശ്വർ അങ്ങനെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ, നിയമപരമായിട്ട് ശരിയല്ലെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ശരിയല്ലാത്ത ഒരു ഓർഡർ പാസ്സാക്കിയപ്പോൾ ആ ഓർഡറിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് ആ 5 ജഡ്ജിമാരിരുന്ന് തീരുമാനിച്ചതിന് ശേഷം, അതായത് സംശയത്തിൻ്റെ മേഘമറ നീങ്ങിയതിന് ശേഷം ആ ശരിതെറ്റുകളെക്കുറിച്ച് പുനർവിചിന്തനം നടത്തുവാനുള്ള അവസരം ഉണ്ടായിട്ട് കൂടി അദ്ദേഹം വളരെ തിടുക്കത്തിൽ ആ ബെഞ്ച് ഇരിക്കുന്നതിന് മുമ്പ് ആ ഓർഡറിനെ സെറ്റ് അസൈഡ് ചെയ്തു. കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൻ്റെ തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ സെറ്റ് അസൈഡ് ചെയ്ത ആ രീതി തികച്ചും ഔചിത്യമുള്ളതായിരുന്നില്ല. ജസ്റ്റിസ് അരുൺ മിശ്രയുടെ ബെഞ്ചിലേക്ക് എങ്ങനെ ആ കേസ് പോയി എന്നുള്ളതിനെക്കുറിച്ച് ജഡ്ജിമാരുടെ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഒരു പാറ്റേൺ ഉണ്ട്.
ജസ്റ്റിസ് അരുൺ മിശ്രയുടെ പേരെടുത്ത് പറയാതെ ഒരു പാറ്റേൺ ഉണ്ട്, പല സെൻസിറ്റീവായിട്ടുള്ള കേസുകളും ഒരു ബെഞ്ചിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. അവരുടെ കൺസേൺ ശരിയാണ്, അതിനെ പൂർണ്ണമായിട്ട് ഞാൻ റെസ്പെക്ട് ചെയ്യുമ്പോൾ തന്നെയും ജസ്റ്റിസ് അരുൺ മിശ്രയുടെ കോടതിയുടെ സ്വഭാവത്തിനെ കുറിച്ച് പൊതുവെ ജനങ്ങളിൽ ചർച്ച നടക്കുന്നില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ഒരു കൂടുതൽ സംശയം ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ കോടതി എന്ന് വെച്ചാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കോർട്ടാണ്. ചെല്ലുന്ന 90% കേസുകളും അഡ്മിഷൻ സ്റ്റേജിൽ തന്നെ തള്ളിക്കളയും. വളരെ വളരെ അപൂർവമായിട്ടാണ് അവിടെ കേസുകളിൽ റിലീഫ് കിട്ടുന്നത്. ഒരുപക്ഷെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ആ കോർട്ടിൻ്റെ പാറ്റേണിനെ കുറിച്ച് അദ്ദേഹം ബോധവാനായിരിക്കാം. അതുകൊണ്ടും കൂടെ ആയിരിക്കാം ഈ മെഡിക്കൽ കോഴ ഉൾപ്പെടെയുള്ള കേസുകൾ അങ്ങോട്ട് റെഫർ ചെയ്തത്. ഞാൻ ജസ്റ്റിസ് അരുൺ മിശ്രയെ ഒരു രീതിയിലും കുറ്റക്കാരനായി കാണുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കാണുവാനുള്ള അർഹത തന്നെ എനിക്കില്ല. പക്ഷേ ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ആ തീരുമാനത്തിന്റെ പ്രൊപ്രൈറ്റി, അതിന്റെ ധാർമ്മികത, അത് തീർച്ചയായിട്ടും ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് താങ്കൾ ഇപ്പോൾ പറഞ്ഞു വരുന്നത് മെഡിക്കൽ കോഴയുമായി ബന്ധപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ജസ്റ്റിസ് ലോയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തുടർ അന്വേഷണം വേണം എന്ന കാര്യത്തിൽ വരുന്ന ഹർജി, ഇതൊക്കെ അരുൺ മിശ്രയുടെ ഒരു കോടതിയുടെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ, അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് തള്ളിപ്പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ആർക്കും ഗുണകരം. അങ്ങനെയാണെങ്കിൽ അത് അവിടെ എന്ത് തരത്തിലുള്ള സംശയമാണ് ഉണരുന്നത്? ഭരണഘടനാ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് വിട്ടത്. ഒരു ഭരണഘടന അദ്ദേഹത്തിന്റെ സിംഗിൾ ബെഞ്ചിലേക്കല്ല വിട്ടത്. ഡോക്ടർ ലാൽ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ജസ്റ്റിസ് ദീപക് മിശ്ര തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്യന്തികമായിട്ട് അദ്ദേഹം അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയിരിക്കും. കാരണം അടുത്ത ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്നത് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി ആണ്. ഈ മെഡിക്കൽ കോഴയുമായി ബന്ധപ്പെട്ട കേസ് തള്ളിയിട്ടുണ്ടെങ്കിലും അതിന്റെ പുനഃപരിശോധനാ ഹർജി ഫയൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ തിരുത്തൽ ഹർജി ഫയൽ ചെയ്യാം. ആ തിരുത്തൽ ഹർജിയിൽ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷമാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ, ഈ വരുന്ന ഡിലേ എല്ലാം കണ്ടോൺ ചെയ്തതിന് ശേഷം തിരുത്തൽ ഹർജി സുപ്രീം കോടതിയുടെ റൂൾസ് പ്രകാരം കേൾക്കേണ്ടുന്നതായിട്ടുള്ളത് ഏറ്റവും സീനിയർ മാസ്റ്റർ ആയിട്ടുള്ള 3 ജഡ്ജിമാരും ഈ കേസ് ഒറിജിനലി കേട്ട 2 ജഡ്ജിമാരും അവർ സർവീസിലുണ്ടെങ്കിൽ, അങ്ങനെയാണ് തിരുത്തൽ ഹർജിയുടെ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഈ കൊളീജിയത്തിലുള്ള 3 ജഡ്ജിമാർ ജസ്റ്റിസ് ദീപക് മിശ്ര ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ജസ്റ്റിസ് ചെലമേശ്വർ, ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസ് കുര്യൻ ജോസഫ്, ഈ 3 ജഡ്ജിമാരും ആ സമയത്ത്, അല്ലെങ്കിൽ ജസ്റ്റിസ് മദൻ ശരി ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ സമ്പത്ത്, അപ്പോൾ ആ കാര്യത്തിൽ ജസ്റ്റിസ് ദീപക് മിശ്രയുടെ കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് നാളെയെങ്കിലും തീരുമാനിക്കപ്പെടണമെങ്കിൽ അതൊരു തുടരന്വേഷണം എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ പുനഃപരിശോധനാ ഹർജി എന്നുള്ള നിലയ്ക്ക് അത് ഭാവിയിൽ ചീഫ് ജസ്റ്റിസ് ആകാൻ സാധ്യതയുള്ള രഞ്ജൻ ഗൊഗോയുടെ മുമ്പിലേക്ക് എത്തണം എന്നുള്ളതാണ്. അത് തീരുമാനിക്കപ്പെടാൻ മുൻകാലങ്ങളിലെ ഇദ്ദേഹം മാത്രമേ നിഷ്പക്ഷമായിട്ടുള്ളൂ. ഈ പറഞ്ഞ ഇപ്പൊ ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന ആള് മാത്രമേ നിഷ്പക്ഷമായിട്ടുള്ളൂ. ഇദ്ദേഹം മോശക്കാരൻ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഡോക്ടർ സമ്പത്ത്, അപ്പോൾ അങ്ങനെ രഞ്ജൻ ഗൊഗോയെ പോലെ ഒരാൾ നാളെ ചീഫ് ജസ്റ്റിസ് ആകുകയാണെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ആപത്ത് മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇപ്പോൾ ഈ കാര്യത്തിൽ താങ്കൾ പറഞ്ഞാൽ കോർട്ടലക്ഷ്യമാകാം, പക്ഷെ ഇപ്പോൾ 4 ജഡ്ജിമാർ പറഞ്ഞിട്ട് ആ കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ മുന്നോട്ട് പോകുന്നത് എന്താണ് നടക്കുന്നത്? ജഡ്ജിമാർ പറഞ്ഞാലും ആ കോർട്ടിനെ അവരെ ഡെക്കോറത്തിനെ ചീത്താക്കുന്ന രീതിയിൽ പറഞ്ഞാലും അവർക്ക് ഞങ്ങളാരും അത്തരത്തിൽ സുപ്രീം കോടതിയിൽ എന്നും പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരൊന്നും അല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അത് വളരെ അപൂർവമായി ചിലപ്പോൾ ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ സുപ്രീം കോടതിയിൽ അവിടെ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഒരു കോടതി മുറിക്കുള്ളിലോ അത്തരത്തിൽ അവിടുത്തെ മറ്റ് ചങ്ങാതിമാരുമായി അഭിഭാഷകരുമായി സൗഹൃദം പങ്കിടാനോ പോയിട്ടുള്ളതല്ലാതെ ഞാൻ അവിടെ അഭിഭാഷകനായി ഒരിക്കലും പോയിട്ടില്ല. ഇവിടെ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞാനിതിൽ ഒരു ജഡ്ജിമാരെയും അവരുടെ ഇൻറ്റഗ്രിറ്റിയെ, അവരുടെ ക്രെഡിബിലിറ്റിയെ, അവരുടെ വിശ്വാസ്യതയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഇവിടെ ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു നീതി നടപ്പാക്കപ്പെട്ടു എന്നത് ആ ന്യായാധിപന് മാത്രം തോന്നിയാൽ പോരാ. നീതി നടപ്പാക്കപ്പെട്ടു എന്നുള്ളത് ആ നീതി ലഭിക്കുന്ന ആളുകൾക്ക്, ലഭിക്കേണ്ടുന്ന ആളുകൾക്ക്, പൊതുജനങ്ങൾക്കടക്കം ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ന്യായാധിപന്മാരുടെ ഭാഗത്ത് ഒരു പിഴവും ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നും അവരാരും ഒരു തെറ്റും അവരുടെ ഭാഗത്ത് പ്രവൃത്തിയിൽ നിന്ന് ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഉണ്ടായിട്ടില്ല എന്ന് നമ്മളാരും തെറ്റിദ്ധരിക്കേണ്ട. അവരെല്ലാവരും മനുഷ്യരാണ്.
ഇത്തരത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ഏതെങ്കിലും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ജനുവരി മാസം 13-ാം തീയതിയിലെ തണുത്ത പ്രഭാതത്തിൽ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അങ്ങനെ ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ വീട്ടിന് മുമ്പിൽ കാത്തുകിടന്ന് ഒരു വിഷു ഹാപ്പി ന്യൂ ഇയർ പറയാൻ വേണ്ടി അത്തരത്തിലുള്ളൊരു വെപ്രാളം ജനുവരി 13 വരെ കാത്തിരിക്കുകയും ഈ പ്രത്യേക ദിവസത്തിൻ്റെ രാവിലെ തന്നെ ആ തണുപ്പത്ത് അദ്ദേഹം അങ്ങനെ ചെല്ലുകയും ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ വിപുലമാക്കപ്പെട്ടൊരു ദൂതായി ഒരു പക്ഷേ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചാൽ എന്തൊക്കെയോ എന്ന് പറയുന്നത് പോലെ ഇന്ത്യൻ ജുഡീഷ്യറി എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അത് കണ്ടെത്തണം. ഇവിടെ ഇത് ഞാൻ നിന്നെ തലോടാം നീ എന്നെ ചൊറിയ എന്നുള്ളതല്ല, വലിയ വ്രണം തന്നെയാണ് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഗ്രസിച്ചിട്ടുള്ളത്. ചർച്ചയിൽ ഇനി ഒരു 5 മിനിറ്റ് കൂടിയാണ് ബാക്കിയുള്ളത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഉത്തരം പറയണമെന്ന് അതിഥികളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രശ്നം എന്തായാലും തീരണം. ആളുകൾക്ക്, ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നത് സുപ്രീം കോടതിയെ പോലെയുള്ള വലിയ ഉന്നത നീതിപീഠങ്ങൾ തന്നെയാണെന്ന വിശ്വാസത്തിന് കോട്ടം തട്ടാൻ പാടില്ല. അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീരണം. സുപ്രീം കോടതിയിൽ പരിഷ്കരിക്കേണ്ട കാര്യങ്ങൾ പരിഷ്കരിക്കപ്പെടണം. അതിന് ആരിടപെടും എന്നുള്ളതാണ് ഇപ്പോൾ തർക്കം. അക്കാര്യത്തിൽ കേന്ദ്രത്തിലെ സർക്കാർ പറയുന്നത് ശ്രീ JR പത്മകുമാർ ഈ കാര്യത്തിൽ ആരും ഇടപെടേണ്ട, അവർ തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കട്ടെ എന്നാണ്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള പുകമറകൾ ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നിങ്ങൾ വാദിക്കുന്നത് ഈ 4 ജഡ്ജിമാരുടെ കൂടെ അല്ല നിങ്ങൾ എന്നുള്ള കാര്യത്തിലാണ്. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ കൂടെയാണ് നിങ്ങൾ എന്നുള്ളത് ഈ കാര്യത്തിൽ ഒരു പരിഷ്കരണത്തിന് ഇടപെടുന്ന രീതിയാണോ? അല്ല, ഇതൊരു പരിഷ്കരണമല്ല. ഇത് അവർ തന്നെയാണ് പരിഹരിക്കപ്പെടേണ്ടത്. അത് പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞാനിപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നത്. എല്ലാവർക്കും അത് ഈ ജുഡീഷ്യറിയുടെ സുതാര്യതയും ജനാധിപത്യവും അതുപോലെ തന്നെ സത്യസന്ധതയും നിലനിർത്താനുള്ള ചുമതല എല്ലാവർക്കും ഉണ്ട്. അതിന് പരിഹാരം എന്നുള്ള നിലയിൽ ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ തെറ്റാണ്. ചെല്ലമേശ്വർ അദ്ദേഹത്തിന് അധികാരമില്ലാത്ത ഒരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത നടപടി തെറ്റാണ്. പത്രസമ്മേളനം നടത്തിയ നടപടി തെറ്റാണ്. ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് ഏതെങ്കിലും കാലങ്ങളായി മുൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പോലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇന്റർവെൻഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും തെളിഞ്ഞത് എന്താണ്? അവിടെ പ്രശ്നമുണ്ടായപ്പോൾ പിറ്റേ ദിവസം രാവിലെ പ്രധാനമന്ത്രിയുടെ ദൂതൻ അങ്ങോട്ടേക്ക് ചെന്നു എന്നുള്ളതാണ്. ആരെയും കുറ്റം പറയണ്ട. ആരിടപെടും? അല്ല, രാഷ്ട്രീയ ഇടപെടലായിട്ട് കാണണ്ട. ഒരു IAS സീനിയർ ആയിട്ടുള്ള IAS ഉദ്യോഗസ്ഥന്മാര് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളുകളല്ല, ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പോയി. അതിനെ നിങ്ങൾ മോശമായി കാണുമെങ്കിൽ മറ്റേ നേരത്തെ സമ്പത്തിന് ചോദിച്ച ചോദ്യമാണ്, ഈ രാജ പോയത് ആരുടെ ദൂതുമായിട്ടാണ്? അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ എന്താ പറയുക? അപ്പൊ അതൊന്നും പാടില്ല. രാഷ്ട്രീയ ഇടപെടലില്ലാതെ സംശുദ്ധമായ സത്യസന്ധമായ ഒരു നിലപാട് ജസ്റ്റിസിനെ കാണാൻ ശ്രമിച്ചതിനെ തെറ്റായി കാണേണ്ടതില്ല എന്നുള്ളത് കാര്യങ്ങൾ എന്ന് മാറുമെന്ന സൂചനയാണ് നൽകുന്നത്. ഇവിടെ പോയത് വെറുമൊരു IAS ഉദ്യോഗസ്ഥനല്ല, ഏതെങ്കിലും ഒരു ജില്ലാ കളക്ടറല്ല പോയത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പോയത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ചീഫ് ജസ്റ്റിസിനെ കാണാൻ പോകുന്നതിന് പ്രോട്ടോകോൾ അനുസരിച്ച് ചില വ്യവസ്ഥകളുണ്ട്. ഇങ്ങനെ ഈ ഒരു വിഷയം ഉണ്ടായി തൊട്ട് പിറ്റേ ദിവസം ഡൽഹിയിലൊക്കെ ഇവിടെ നല്ല തണുപ്പാണ്, കടുത്ത തണുപ്പാണ്. ആ കൊടും തണുപ്പത്ത് രാവിലെ അങ്ങനെ അദ്ദേഹം അവിടെ വന്ന് കാത്തു കിടക്കേണ്ടി വരുന്നത് അഭിഭാഷകരെ തമ്മിൽ ചർച്ച ചെയ്തിട്ട് എന്നെ വർത്തമാനം പറയാൻ സമയം എന്തിനാണ് ഈ അസഹിഷ്ണുത ഇങ്ങനെ കാണിക്കുന്നത്? എൻ്റെ പൊന്ന് പത്മകുമാർ വർത്തമാനം പറയുമ്പോൾ ഞങ്ങൾ ആരും അവിടെ തടയാനായിട്ട് വന്നില്ലല്ലോ. മറ്റാരെങ്കിലും വർത്തമാനം പറയുമ്പോൾ വായ പൊത്തിപ്പിടിക്കാനായിട്ട് എന്തിനാണ് ഇത്ര വലിയൊരു തമ്മിൽ മാത്രം പറഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം തീരുന്നൊന്നുമല്ല. ഇത് ജനങ്ങൾ വാസ്തവത്തിൽ അറിയേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരുടെ ഇടപെടലാണ് ഇത്തരം? ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട് ബോംബെ ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാർ, ഹൈക്കോടതിയിലെ ജഡ്ജിമാർ അവർ തന്നെ പ്രൊസീജിയറിൻ്റെ വയലേഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം ആ ജഡ്ജിയുടെ, ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു അസ്വാഭാവികതയും ഇല്ല എന്ന് ആര് ചുമതലപ്പെടുത്തിയിട്ടാണ് ബോംബെ ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാർ അത്തരത്തിൽ ഈ മാധ്യമങ്ങളോടെല്ലാം രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നാണ്. ആ രീതിയിൽ ആരോപണങ്ങൾ വരുന്ന ഘട്ടത്തിലാണ് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിനെ കാണാൻ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയമായി താല്പര്യമൊന്നുമില്ല. ഈ ജുഡീഷ്യറി സംശുദ്ധമായി നിലനിർത്തണം. അതിന് കുറെ ആളുകൾ നല്ലവർ, കുറെ ആളുകൾ ചീത്തയാണ് എന്നുള്ള രീതിയിലുള്ള രാഷ്ട്രീയ താല്പര്യം ഇപ്പോഴും
പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ. പ്രിൻസിപ്പൽ സെക്രട്ടറി പോയത് അവിടെ ഇരിക്കട്ടെ, മറുപടി പറയൂ. രാജ പോയത് അവിടെ പാചകക്കാരെ കാണാനാണോ? രാജയ്ക്ക് പോകേണ്ട കാര്യം എന്താ? പുറം കൂടി പോകേണ്ട കാര്യം എന്താ? അത് പറയട്ടെ. അപ്പൊ ഇതിന്റെ പിന്നിൽ രാജയുടെ ഇടപെടലുണ്ട്, രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റ് പറയാൻ പറയട്ടെ. ഡോക്ടർ സമ്പത്ത് പറയട്ടെ. ചീഫ് ജസ്റ്റിസിനെ കാണാനായിട്ട് പോയിട്ടുണ്ട് എങ്കിൽ, അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവർ പറയട്ടെ. അവരാണല്ലോ മറുപടി പറയേണ്ടത്, ഞാനല്ലല്ലോ മറുപടി പറയേണ്ടത്. അല്ല, ഞാനിപ്പോ ഉള്ളത് PMO മറുപടി പറയേണ്ടുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും അത് പാർലമെന്റിൽ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. അത് ജഡ്ജിമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ല, ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട വിഷയമടക്കം ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. അത് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം പാർലമെന്റ് എന്നത് ജനങ്ങളുടെ ഒരു വേദിയാണ്. അത് ജനങ്ങളുടെ അഭിപ്രായം പറയാൻ ബഹളം വെച്ച് കാര്യങ്ങൾ പറയുന്നത് ആളുകൾ കേൾക്കുന്നത് ഇല്ലാതാക്കാതിരിക്കും. കാര്യമൊന്നുമല്ല, ജുഡീഷ്യറി എക്സിക്യൂട്ടീവിന് വിധേയമാക്കാനായി ശ്രമിക്കുന്നതും തെറ്റ്. പറയുന്നത് കേട്ടാൽ ഏറ്റവും അവസാനമായി MR അഭിലാഷ് ഈ കാര്യത്തിലുള്ള ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്തിനാണ് ഈ കാര്യത്തിൽ ഇടപെടുന്നതെന്ന ചോദ്യത്തിന് സർക്കാരിന് അല്ലെങ്കിൽ BJPയുടെ വക്താക്കൾക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. അവർ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വേറെ ആരെങ്കിലും ഈ ജഡ്ജിമാരെ കാണാൻ പോയല്ലോ, അതെന്തിനാണ് എന്നുള്ളത് ഉത്തരം പറയുന്നതാണ്. അത്രയ്ക്ക് നിഷ്കളങ്കമാണോ കാര്യങ്ങൾ? പ്രധാനമന്ത്രി രാജ്യത്തെ സർക്കാരിന്റെ ഭാഗമാണ്. രാജ്യത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന നിയമപരമായ ഇടപെടൽ നടക്കുന്നു എന്ന് വിമർശനം കേൾക്കുന്ന ആളാണ് ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തെ കാണാൻ ഈ പ്രശ്നമുണ്ടാകുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി പോയത് എന്തിനാണെന്ന് രാജ്യം അറിയണ്ടേ? ശ്രീ അഭിലാഷ്. ഡോക്ടർ ലാൽ മറുപടി പറയുന്നതിന് ചുരുക്കി ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ശ്രീ പത്മകുമാർ ഇവിടെ എക്സ്പേർട്ടായിട്ട് മാത്രം വന്നിരിക്കുന്ന എൻ്റെ രാഷ്ട്രീയ നിഷ്പക്ഷതയെക്കുറിച്ച് കമൻറ്റ് ചെയ്യുകയുണ്ടായി. അത് ശരിയായില്ല. ചർച്ചകൾ ഇങ്ങനെയല്ല നയിക്കേണ്ടത്. ഞാൻ ഓരോ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ നിലപാടെടുക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അതിന്റെ നിലപാടുകളുടെ അടിസ്ഥാനത്തിലല്ല. ശരിയെന്ന് പറയുന്ന ആളാണ് നിങ്ങൾ. ചോദ്യങ്ങൾക്ക് ധാർമ്മികമായ ശരിയായിട്ട് കാണേണ്ടി വരും. അങ്ങനെ പറയണ്ട. ഇതുവരെ ചർച്ചയിൽ സംസാരിക്കാൻ പറ്റില്ല അഭിലാഷ്. നിങ്ങൾക്ക് ശരിയെന്ന് നിലപാടൊന്നും വേണ്ട അഭിലാഷ്. ഞാൻ നിങ്ങളുടെ ശരിയെന്ന് പറയുന്നത് എനിക്ക് തെറ്റെന്ന് തോന്നിയാൽ ഞാൻ തെറ്റെന്ന് പറയും. പറയാം. താങ്കൾക്ക് മാത്രമാണ് ഈ ചർച്ചയുടെ അവസാനത്തിൽ അവസരമുള്ളത്. ഡോക്ടർ ലാൽ, കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധി ആ സമയത്ത് ചീഫ് ജസ്റ്റിസിനെ കാണാൻ ചെന്നത് ആ സുപ്രീം കോടതി എന്ന മഹാകുടുംബത്തിൽ ഇത്ര വലിയൊരു വഴക്ക് നടക്കുന്ന സമയത്ത് എക്സിക്യൂട്ടീവിന്റെ റെപ്രസെന്റേറ്റീവോടെ കാണാൻ ചെന്നത് ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ രാജ അവിടെ പോയതും ന്യായീകരിക്കാൻ കഴിയില്ല. ജസ്റ്റിസ് ചെലമേശ്വറിനെ കാണരുതായിരുന്നു. പക്ഷേ CPIയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയുടെ പേരിൽ ഓത്ത് സ്വയർ ചെയ്ത പാർട്ടിയാണ്. അധികാരത്തിൽ വന്ന ഈ കാര്യത്തിൽ ഇപ്പോഴും എന്തുകൊണ്ടാണ് 4 ജഡ്ജിമാർക്കെതിരായി BJP ഇത്ര ശക്തമായി വാദിക്കുന്നത്? എന്തുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസിനെ ഇത്ര ശക്തമായി പിന്തുണയ്ക്കുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും 4 ജഡ്ജിമാർക്ക് ഈ സുപ്രീം കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് തന്നെ തുടർന്നും പറയേണ്ടി വരുന്നത്? ഈ കാര്യത്തിൽ ആരാണ് പ്രതിസന്ധി തീർക്കുക, പുകമറ ഇല്ലാതാക്കുക? രാജ്യത്തെ സർക്കാരിന് എന്തെങ്കിലും ഈ കാര്യത്തിൽ ഇടപെടാനുണ്ടോ? വരുന്ന ദിവസങ്ങളിലെങ്കിലും മറുപടി കിട്ടുമോ? ഈ കാര്യമാണ് ചർച്ചയിൽ അന്വേഷിച്ചത്. കിട്ടിയില്ല മറുപടി. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പത്മകുമാർ, ഡോക്ടർ സമ്പത്ത്, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അഡ്വക്കേറ്റ് MR അഭിലാഷ്, നന്ദി.